തുടക്കം നന്നാകണമെങ്കിൽ അത് ഭക്തി നിർഭരമോ പ്രാർത്ഥനാ നിർഭരമോ ആകണം. നമ്മൾ പതിവായി ശബരിമല ആദ്യ മിനിറ്റുകളിൽ തന്നെ നൽകുമായിരുന്നു. അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന കാര്യമാണ്. ഏതൊരു ദേവാലയത്തിലും ഏതൊരു ആരാധനാലയത്തിലും ഏതൊരു ക്ഷേത്രത്തിലും പോയാൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയുണ്ട്. ആ എനർജി ഇന്ന് നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ കൊല്ലൂരിലേക്കാണ് പോകുന്നത്. മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് അല്ലേ? കൊല്ലൂർ മൂകാംബിക ക്ഷേത്രോത്സവം അവസാന ഘട്ടത്തിലാണ്. ഇന്ന് രാത്രി 7-ന് സൗപർണികയിൽ മൂകാംബികയുടെ ആറാട്ട് നടക്കും. രാത്രി ഓലക മണ്ഡപത്തിൽ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ ദേവീയ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കും. അശ്വാരോഹണവും മഹാപൂർണാഹുതിയും നടക്കുന്നതോടെ ഉത്സവത്തിന് രാവിലെ 9:30 കൊടിയിറങ്ങും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഭക്തജന തിരക്ക്, രഥപ്രയാണം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നെന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ? തീർച്ചയായും ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുള്ളത്. ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഉള്ളത്. എന്തായാലും ഈ വർഷത്തെ ക്ഷേത്ര ഉത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൗപർണികയിൽ ദേവി മൂകാംബികയ്ക്ക് ഇന്ന് ആറാട്ട് നടക്കുകയാണ്. 7 മണിക്കാണ് ആറാട്ട് നടക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതുതന്നെയാണ്. നാളെ രാവിലെ 9:30 കൊടി ഇറക്കുന്നതോടെ ഈ ഒരു വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഭക്തർക്കുള്ളത്. ഇനി വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഭക്തർക്കുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികളടക്കം വലിയ ഒരു തീർത്ഥാടകരുടെ നിര ഇവിടെയുണ്ട്. ഇന്നലെ രഥോത്സവം കണ്ടു. അങ്ങനെ ഒരു ഏറ്റവും പുണ്യമായ ആ ഒരു നിമിഷത്തിലൂടെയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും പോകുന്നത്. ഭക്തരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇന്ന് എന്നാണ് എത്തിയെന്നാണ്? ഞാൻ 19-ാം തീയതി എത്തി, വൈകിട്ട് എത്തി. ഇന്നിപ്പോൾ തിരിച്ച് മടങ്ങും. ഇന്നലെ രഥോത്സവം കഴിഞ്ഞ് ഇന്ന് മടങ്ങും. ആറാട്ട് നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ രഥോത്സവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മയുടെ ഈ ഒരു മണ്ണിൽ ഈ രഥോത്സവം കാണാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ രഥോത്സവത്തിനായിട്ട് എത്തിപ്പെടുന്നത് ഇവിടെ. അല്ലെങ്കിൽ എല്ലാ മാസവും 1.5 മാസം കൂടുമ്പോൾ വന്ന് അമ്മയൊന്ന് ദർശിച്ചിട്ട് പോവും. തന്നെയാണ്. എല്ലാ മാസവും അമ്മയെ ദർശിക്കുന്നവരുണ്ട്, ഒരു വർഷത്തിലൊന്ന് ദർശിക്കുന്നവരുണ്ട്. എന്തായാലും അവർക്ക് കൂടി പറയാനുണ്ട്. എല്ലാ വർഷവും വരുന്നതാണോ, എങ്ങനെയാണ്? എല്ലാ വർഷവും വരുന്നതാണ്. ഇത് നമ്മൾ രഥോത്സവമാണ്. രഥോത്സവത്തിനും പിന്നെ നവമിക്കും എല്ലാ വർഷവും വരാറുണ്ട്. അമ്മയുടെ അനുഗ്രഹത്തിൽ എപ്പോൾ ഇവിടെ എത്താൻ പറ്റാറുണ്ട്. എല്ലാ വർഷവും വരാം. എവിടെ നിന്നാണ് വരുന്നത്? കോട്ടയം ജില്ലയിൽ പാമ്പാടി അടുത്ത് കൂരോപ്പളയിൽ നിന്നാണ് വരുന്നത്. ഈ രഥോത്സവത്തിന് ആദ്യമായിട്ടാണോ എത്തുന്നത്? രഥോത്സവത്തിന് ആദ്യമാണ് വരുന്നത്. പക്ഷേ ഒരു വർഷത്തിൽ 3-4 തവണ ദൈവത്തെ തൊഴാൻ പറ്റാറുണ്ട്. രഥോത്സവത്തിന് എത്തിയാൽ അതൊരു പൂർവ്വജന്മ സുഹൃതമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ. രഥോത്സവത്തിൽ പങ്കെടുത്തു, അതിൻ്റെ രഥം വലിക്കാൻ പറ്റി, ദേവിയുടെ നാണയം കിട്ടി, എല്ലാം ഭാഗ്യമായിട്ട് കരുതുന്നു. അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വന്നല്ലേ? തീർച്ചയായിട്ടും അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തിരുവനന്തപുരം ജില്ല മലയൻകീഴ് തച്ചോട്ടുകാവ് അവിടെ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം രഥോത്സവത്തിന് വരുന്നത്. ഞങ്ങൾ 2 മാസം കൂടുമ്പോഴത്തേക്ക് ദേവിയെ ദർശിക്കാനായിട്ട് വരും. അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്, വരാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ രഥം വലിക്കാൻ സാധിച്ചു, അത് തന്നെ വലിയൊരു സുഹൃതമായിട്ട് കാണുകയാണ്. ഇനിയും വരാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ്? തലയോലപ്പുറം വയ്ക്കും. എല്ലാ വർഷവും വരാറുള്ളതാണോ? എല്ലാ രഥോത്സവത്തിന് ആദ്യമായിട്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. വർഷങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുകും, അമ്മ അനുഗ്രഹം വാങ്ങാറുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. രഥോത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്നലെ അമ്മയുടെ അനുഗ്രഹത്തെ രഥം വലിക്കാൻ സാധിച്ചു. ദൈവാനുഗ്രഹം ലോകത്തിന് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അമ്മയുടെ അടുത്ത് ആദ്യമായിട്ടാണ് രഥോത്സവത്തിന് വരുന്നത്. അത് ഭയങ്കര അനുഭവമായി. കാരണം ഇന്നലെ വന്നതാണ്. ഇന്നലെ രാവിലെ ഇവിടെ എത്തിയതാണ്. ഇന്നലെ 2 രഥം വലിക്കുന്ന സമയങ്ങളിലൊക്കെയും അതിൽ പങ്കെടുക്കാൻ പറ്റിയ അമ്മയുടെ വലിയ പിന്നെ അതിനോടൊപ്പം തന്നെ പുഷ്പാർച്ചന. ഇന്ന് ആ റോഡ് മുഴുവൻ വീതിയിലൂടെ രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ആ രംഗം കാണാൻ പറ്റി. അതുമാത്രമല്ല, രഥത്തെ വലിക്കാനും പിന്നെ നാണയം എറിയുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ. അത് നമ്മുടെ കൈകളിലേക്ക് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതും കിട്ടിക്കഴിഞ്ഞു. സ്വർണ്ണ നാണയം പോലെ നാണയമായിരുന്നു കിട്ടിയത്, കോയൻ. അത് വളരെ അനുഭവമായിരുന്നു.
കൃഷ്ണരാജ, അത് തന്നെയാണ് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. എത്രത്തോളം ഭക്തി നിർഭരമായിരുന്നു ആ ചടങ്ങുകളൊക്കെയും. എന്തായാലും ഇവിടേക്ക് ഈ ഒരു ദിവസം എത്താൻ കഴിയുക എന്നത് തന്നെയായിരുന്നു ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഭക്തരുടെ ഒരു വലിയ തിരക്ക് കൂടി അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെ തന്നെയാണ് അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വൈകിട്ട് 7 മണിക്ക് സൗപർണിക നടക്കുന്ന അമ്മ മൂകാംബികയുടെ ആറാട്ടാണ്. ആ ഒരു ആറാട്ട് കൂടിയാണ് ഭക്തരൊക്കെ തന്നെയും മടങ്ങുക. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദീർഘനേരം വരിയിൽ നിന്നാൽ മാത്രമേ അമ്മയെ ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകൂ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് കൂടി ഇന്ന് മൂകാംബിക ക്ഷേത്രം സാക്ഷിയാകുകയാണ് കൃഷ്ണരാജ്. അരുൺ വലിയൊരു മൂകാംബിക ഭക്തനാണെന്നറിയാം. മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ പതിവായി മൂകാംബികയിലേക്ക് പോകാൻ കഴിയുന്ന ഒരാൾ, ഭാഗ്യം ലഭിക്കുന്ന ഒരാളുമാണ്. തൊഴുതോ? എത്ര വട്ടം? അമ്മയെ ഒരു വട്ടമാണ് തൊഴുതത്. എന്തായാലും വലിയൊരു തിരക്കുണ്ട്. ഞാൻ മലബാറിലേക്ക് എത്തി, അതായത് ഈ കോഴിക്കോടേക്ക് ചുമതല ഏൽക്കുന്ന ആ ഒരു സമയം വരെയും മൂകാംബികയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഒരു വലിയ നിയോഗം പോലെ തന്നെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളായി തന്നെ കൃത്യമായി ഇവിടേക്ക് എത്താനും ഓരോ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ സാക്ഷിയാകാനും പറ്റി. വിദ്യാരംഭ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ പറ്റി, അമ്മയുടെ നവരാത്രി കാലത്തെ രഥോത്സവത്തിൽ സാക്ഷിയാകാൻ പറ്റി, അങ്ങനെ ഈ ഉത്സവത്തിൽ എത്താൻ പറ്റി. അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടി ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത് അമ്മയുടെ കരുണയുടെ, അമ്മയുടെ കാരുണ്യത്തിൻ്റെ, അമ്മയുടെ അനുഗ്രഹ വർഷത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. ദൂരദേശങ്ങളിൽ നടക്കും വലിയ ഒരു ഭക്തജന സഞ്ചയമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ കൃഷ്ണരാജ് കണ്ടതാണ്, തത്സമയം കണ്ടതാണ് ആ ഒരു രഥോത്സവ സമയത്തെ ആ ഒരു ഭക്തരുടെ ഒരു ഒഴുക്ക്, ഒരു ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ജനസഞ്ചയം, ഭക്തജന സഞ്ചയം ഈ ഒരു സന്നിധിയിലേക്ക്, മൂകാംബിക ദേവിയുടെ ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് എത്തുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മൂകാംബിക ക്ഷേത്രം. അങ്ങനെ ഇന്നും ആ ഒരു തിരക്ക് ഇവിടെ തുടരുക തന്നെയാണ്. എന്തായാലും ദേവിയുടെ ആറാട്ട് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 9:30-ക്കാണ് കൊടിയിറക്കുന്നത്. കൊടിയിറക്കുന്നതോടുകൂടി ഈ വർഷത്തെ തിരുവുത്സവത്തിന് സമാപനമാകും കൃഷ്ണരാജ്. അരുൺ ദുർഗ, ഞാൻ 2 വട്ടം മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ പോയിട്ടുണ്ട്. ഒന്ന് വിവാഹത്തിന് മുൻപ്, ഒന്ന് വിവാഹത്തിന് ശേഷവും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം മൂകാംബിക പോകണമെന്നായിരുന്നു. പക്ഷെ 14 വർഷമെടുത്തു. ഈ അമ്മ വിളിച്ചാലേ നമുക്കവിടെ പോകാൻ പറ്റൂ എന്നെല്ലാ ഭക്തരും പറയാറുണ്ട്. അത് മകൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു, ആ തിരക്കിൽ കാണാൻ പറ്റുമെന്ന്. പക്ഷേ അമ്മയുടെ അടുത്തെത്തുമ്പോൾ അവിടെ ക്യൂ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം നേരിട്ടിങ്ങനെ മൂകാംബിക ദേവിയെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞുവെന്ന് മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സൗഭാഗ്യമാണ്. ആഗ്രഹിച്ചാൽ പോകാൻ പറ്റില്ല, അമ്മ കൂടി ക്ഷണിക്കണം നമ്മളെ അങ്ങോട്ടേക്ക് എന്നത് ശരിയാണ്. ഏതായാലും അരുൺ കൊടുങ്ങൂരിൻ്റെ ആ വാക്കുകൾ ഒന്ന് മൂകാംബികയിലേക്ക് ഒരിക്കൽ കൂടി പോകാനുള്ള ആഗ്രഹം നമുക്ക് തരുന്നതാണ്. അവിടുത്തെ ഭക്തരുടെ അഭിപ്രായങ്ങളും.